എനിക്ക് വന്നൊരു മാറ്റം, നേരത്തെ വളരെ അഹങ്കാരമെന്ന് പറയില്ല, പക്ഷെ ദൈവത്തോടുന്ന് ഒത്തിരി മാറി 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 നടന്ന്. മെഡിക്കൽ ഡോക്ടർ നിങ്ങളോട് പറയാ കർത്താവിനെ ശരിക്കറിയണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്ന. ഞാൻ ഒരു എമർജൻസി ഫിസിഷ്യനാണ്. ഞാൻ ജയ്പൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ആദ്യമായിട്ട് വരാൻ വന്നത് എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ വല്യമ്മയും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നതാണ് എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. എനിക്കപ്പോൾ ആ സമയം 31 years ആയി. ഇപ്പം കല്യാണ ആലോചനയൊക്കെ വരും, പക്ഷേ എല്ലാം എന്തെങ്കിലും കാരണം മുടങ്ങിപ്പോവും. ഒരുവിധം അങ്ങനെ തുടങ്ങിയിട്ട് വർഷം കുറേ ആയപ്പം പേരൻസും നല്ലോണം ഫ്രസ്ട്രേറ്റായി. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അവർ പോകുന്നിടത്ത് എല്ലായിടത്തും പോയി. അങ്ങനെ വല്യമ്മയും മമ്മീനെയും കൊണ്ട് വന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ച് കുറേ അവർ 1-2 വട്ടം വന്നപ്പം ദൂത് പറഞ്ഞ് മമ്മീനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്കൊരു മോളുണ്ട്, അവളുടെ കല്യാണം നടക്കുന്നതിന് വേണ്ടി നിങ്ങളിങ്ങനെ ഒത്തിരിയും സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പപ്പയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു അവളെ വരുത്താൻ പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥനയിലൊന്നും വലിയ ഇതില്ലാതെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. കാരണം ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് എല്ലാം ഓക്കെ. അങ്ങനെ ഞാൻ വലിയ മനസ്സോടെ പപ്പയും മമ്മിയും പറഞ്ഞാൽ അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞു അവൾക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ള, പക്ഷേ അവളെ ദൈവം മാറ്റും, അവൾ വരുമെന്ന് പാസ്റ്റർ പേരൻസിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. പാസ്റ്റർ അന്ന് ദൂത് പറഞ്ഞത് ഡിസംബറിന് മുൻപ്, അതായത് നവംബറോടാണ് ഞാൻ വരുന്നത്, ഡിസംബറിന് മുൻപ് അവൾക്ക് യോജിച്ച ആലോചന വരും, ആ കല്യാണം നടക്കും. ഞാൻ ഒരു കത്തോലിക്ക സഭയിലെ കുട്ടിയാണ്. അപ്പം ഞങ്ങൾക്ക് 1 തീയതി മുതൽ 25 വരെ ലെൻറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം നടക്കാറില്ല. അപ്പം ഞാൻ വന്നത് 27 ആണ്. ദൈവം എൻ്റെ കല്യാണം നടത്തിയത് ഡിസംബർ 12-നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡിസംബർ 12-ന് ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എൻ്റെ കല്യാണം നടത്തി. അപ്പം പാസ്റ്റർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അവൾക്ക് എന്ത് ആലോചന വന്നാലും നിങ്ങൾ പേടിക്കേണ്ട, എന്നോടും അവളോട് മാത്രം ചോദിച്ചാൽ മതി, ബാക്കി ദൈവം നടത്തുമെന്ന്. പാസ്റ്റർ പറഞ്ഞത് കേട്ട് മാത്രം ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. പാസ്റ്റർ പറഞ്ഞു ഒരു തരത്തിലും നോക്കിയിട്ട് എനിക്ക് യോജിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ പാസ്റ്റർ പറഞ്ഞു ദൈവമായിട്ട് നിനക്ക് വെച്ചിരുന്ന ആളാണ്, ദൈവമായിട്ട് നടത്തുന്ന കല്യാണമാണ്. അങ്ങനെ ഞാൻ യെസ് പറഞ്ഞു. ഞാൻ ആ കല്യാണം, അതിനുശേഷം പല പ്രതിസന്ധികളും വന്നു. ഞാൻ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയാൻ, ഞാൻ ആദ്യം ജോലി വിടാൻ തയ്യാറല്ലായിരുന്നു. കാരണം ജയ്പൂരിൽ ഞാൻ നല്ലൊരു ശമ്പളത്തോടെ, ആർക്കും കിട്ടുന്നതിനേക്കാളും പാസ്റ്റർ അറിയാം, നല്ലൊരു ശമ്പളത്തോടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ ജോലി കളഞ്ഞ് ഞാൻ പോയില്ല, ഞാൻ പാസ്റ്റർ പരീക്ഷ എഴുതി എൻ്റെ വിസിലേ പോകണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റർ പറഞ്ഞു മോളെ കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ, ബാക്കി എല്ലാം ശരിയാവും. എന്നിട്ടും ഞാൻ അന്നേരം വിസ എടുത്തില്ല. ഞാൻ താൻ ആദ്യം പോയി എക്സാം എഴുതി. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഒന്നും പറഞ്ഞില്ലെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു പാസ്റ്റർ പറഞ്ഞത് കേട്ട് നോക്കാം. ഞാൻ വിസ എടുത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി. ഈ വട്ടം എക്സാം കൊടുത്തു. കഴിഞ്ഞ സൺഡേ എക്സാം കൊടുത്തു. ഞാൻ പാസ്സായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കോട് ദൈവം എന്നെ പാസ്സാക്കിച്ചു. അവിടുത്തെ എക്സാം കാരണം 3 വട്ടം എഴുതാൻ പറ്റൂ. അങ്ങനെ ഞാനെന്തൊരു വിചാരിച്ചു പാസ്റ്റർ ആദ്യം പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, വെറുതെ അത്രയും സമയം കളഞ്ഞ് ഇത് ചെയ്യണ്ടായിരുന്നു. ഇപ്പം നേരത്തെ നിന്നും എനിക്ക് വന്നൊരു മാറ്റം, നേരത്തെ വളരെ അഹങ്കാരമെന്ന് പറയില്ല, പക്ഷെ ദൈവത്തോടുന്ന് ഒത്തിരി മാറി 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 നടന്ന് ദൈവം പയ്യെ പിടിച്ച് ഓരോ കുഞ്ഞു കൊട്ട് തന്ന് ഇന്ന് ഞാനിവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ പ്രിയരെ, അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാണ് അവരുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുമിടുക്കിയായ ഡോക്ടർ, ഏറ്റവും തിരക്കുള്ള ഡോക്ടർ. അവളിങ്ങനെ ലോകത്തിൽ, അവിടെ അമ്മയോട് ഞാൻ ദൂത് പറഞ്ഞ് അവളിവിടെ വരും, അമ്മ എന്നോട് പറഞ്ഞ് അവൾ വരത്തില്ല. അവൾക്ക് പ്രാർത്ഥന വിശ്വാസമല്ല. എന്നോട് ഒരു കാര്യം പറയുക, കർത്താവ് ഒരു വാക്ക് പറഞ്ഞ ദൈവം അത് ചെയ്യും. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇവിടെ എക്സാം എഴുതിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ ഞാൻ എക്സാം ജയിക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നിന്റെ കഴിവ് കൊണ്ട് ജയിക്കില്ല, പക്ഷേ വാഗ്ദത്തം അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് രാവിലെ ഇതിനകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ഒരു കാര്യം കേട്ടെ, ഏകദേശം ഒരു 20-22 ദിവസം കൊണ്ട് കല്യാണം നടന്നു. എങ്ങനെ നടക്കും? ഇത് അത്ഭുതമാണ്. ഈ അമ്മ എഴുന്നേപ്പിച്ച് നിർത്തി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു മോളുണ്ട്, അവിടെ വിവാഹം നടക്കും, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, വിവാഹം നടക്കും. ആ ഡിസംബറിൽ അവിടെ കല്യാണം നടന്നു. പിന്നെ ഒരു കാര്യം കൂടെ, എന്ത് കാര്യവും പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചിട്ടേ ചെയ്യും. ജോൺസേ,
ദൈവം ഒരുപാട് അനുഗ്രഹിക്കും. ആ രാജ്യത്ത് യേശുവിന് വേണ്ടി കുടുംബമായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് തലമുറകളെ ദൈവം തരും. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ പരീക്ഷ ആ സമയം കൊടുത്തപ്പോഴും വളരെ ഇതിലായിരുന്നു. ഞാൻ പഠിച്ചു, എല്ലാം നടക്കും, വലിയ കാര്യത്തിലിരുന്നേ. അന്ന് പാസ്റ്ററിന് ഞാൻ വോയിസ് ഇട്ടപ്പം പാസ്റ്റർ നല്ലോണം റെസ്പോണ്ട് ചെയ്തില്ല. കാരണം പാസ്റ്ററിനെ എനിക്കൊന്നും അറിയാമെന്നും തോന്നി. ഇവള് പ്രാർത്ഥിച്ചിട്ടല്ല ഒന്നും എടുക്കുന്നത്. ഈ 2 മാസം ശരിക്കും ദൈവത്തെ അറിയാൻ കിട്ടി. കാരണം എക്സാമിനിരുന്നപ്പം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തലവേദന. എനിക്ക് സ്ക്രീനൊന്നും കാണാൻ വയ്യായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഒറ്റ ഇതേ ചോദിച്ചുള്ളൂ, ദൈവമേ നിനക്ക് ഹിതം ഉണ്ടെങ്കിൽ, ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, നിന്റെ ഹിതം ഉണ്ടെങ്കിൽ ഇത് പാസ്സാകട്ടെ. കൃത്യം പ്രോമെട്രിക് എക്സാം ആണ്. 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഒന്ന് പാസ്സായി. ഞാൻ വിചാരിച്ചു ദൈവമേ, അപ്പം ആ 2 മാസം കൊണ്ട് ഞാൻ ശരിക്കും ദൈവത്തെ അറിഞ്ഞു. പഠിച്ചൊരു കാര്യം, കഷ്ടപ്പാടിലെ ദൈവം കഷ്ടപ്പാടായിരുന്നു, അത് നിനക്ക് താങ്ങാൻ പറ്റുന്ന അത്രേ തരും. എന്നാൽ ദൈവത്തെ അറിയും കൂടെ ചെയ്യണം. ദൈവം കൊട്ടു തന്നുകൊണ്ടിരിക്കുക. MBBS MD കഴിഞ്ഞ ഒരു മെഡിക്കൽ ഡോക്ടർ നിങ്ങളോട് പറയാ, കർത്താവിനെ ശരിക്കറിയണം, ദൈവത്തെ ശരിക്കും സേവിക്കണം, ദൈവത്തിന് വേണ്ടി ശരിക്കും നിൽക്കണം. മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ, കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങളിൽ ചെയ്യുവാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ, എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുവാൻ നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുവാൻ നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ 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 നിൻ സാന്നിധ്യത്തിൽ മറയാ, കൊതിയാണപ്പാ 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 നിൻ ഹിതങ്ങളിൽ ചെയ്യുവാ, കൊതിയാണപ്പാ 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 സാന്നിധ്യത്തിൽ മറയാ, കൊതിയാണപ്പാ 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 ഹിതങ്ങളിൽ ചെയ്യുവാ, അളവില്ലാതെ ഏറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി, അളവില്ലാതെ ഏറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലു വലുതാ വേറെന്തുള്ളൂ, ഇതിലു വലുതാ വേറെന്തുള്ളൂ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാ. ഇത് പോരായേ ഇത് പോരായേ ഇത് പോരായേ ഇത് പോരായേ ഇത് പോരായേ ഇത് പോരായേ ഇത് പോരാ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ,
ഉയിർ